ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ആൻസർ കീ അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പം നമുക്കിതിൻ്റെ മറ്റ് 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. വെൽക്കം ടു മൈ ചാനൽ സോഷ്യൽ സയൻസ് ട്യൂട്ടർ. ഐ എം റെജിന ടീച്ചർ. അപ്പം നമുക്കിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Okay. Answer the questions from 24 to 29 in 4 or more sentences. Each carries 4 score. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെയായിരിക്കും. 6 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ 6 × 4 എത്രയാണ് നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം മാർക്ക്? 24 മാർക്ക് നമുക്കവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. 24 മാർക്കാണ് അവിടെ നമുക്ക് ടോട്ടലി സ്കോർ ചെയ്യാൻ പറ്റുക. ചില ക്വസ്റ്റ്യൻസിന് എ ബി എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ കാണും. അതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മളങ്ങനെ ചൂസ് ചെയ്യുമ്പം നമുക്ക് നന്നായിട്ട് പോയിൻറ്റ്സ് അറിയാവുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 24th ക്വസ്റ്റ്യൻ, അവിടെ എയും ബിയും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ടീച്ചറാണെങ്കിൽ ചൂസ് ചെയ്യുക എ ആയിരിക്കും. കാരണം അതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് എഴുതി നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ബി മോശമാണെന്നല്ല ടീച്ചർ പറയുന്നത്, ബി ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ പെർമനൻറ്റ് വിൻസ് മാർക്ക് ആസ് എ ആൻഡ് ബി ഇൻ ദ ഫിഗർ. നെയിം ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ബിറ്റ്വീൻ വിച്ച് ദീസ് പെർമനൻറ്റ് വിൻസ് ബ്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. അതിനകത്ത് പെർമനൻറ്റ് വിൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. എയും ബിയും ഏതായിരുന്നു? വെസ്റ്റേൺ ഐസും പോളാർ ഈസ്റ്റേൺ ഐസുമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. 24th ക്വസ്റ്റ്യൻ്റെ എ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഐസ് ആണ്, ബി എന്ന് പറയുന്നത് പോളാർ ഈസ്റ്റേൺ ഐസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും എഴുതണം. ഫസ്റ്റ് വൺ വെസ്റ്റേൺ ഐസ്. ഫ്രം ദ എവിടുന്ന് വരെയാണ് വെസ്റ്റേൺ ഐസ്? ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി നോർത്ത് ടു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇൻ സൗത്ത്. ഓക്കെ, നോർത്ത് ആൻഡ് സൗത്ത്, 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ടു ദ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത്. അപ്പോൾ 30 ഡിഗ്രി നോർത്തിൽ നിന്നും 60 ഡിഗ്രി നോർത്ത് വരെയും 30 ഡിഗ്രി സൗത്തിൽ നിന്നും 60 ഡിഗ്രി സൗത്ത് വരെയും കാണപ്പെടുന്ന വിൻഡുകളാണ് വെസ്റ്റേൺ ഐസ്. ദെൻ ബി എന്താണ്? പോളാർ ഈസ്റ്റേൺ ഐസ്. ഫ്രം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് 90 ഡിഗ്രി നോർത്ത് ടു 60 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി നോർത്ത്, ദെൻ 90 ഡിഗ്രി സൗത്ത് ടു 60 ഡിഗ്രി സൗത്ത് ടു ദ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത്. അപ്പോൾ 90 ഡിഗ്രി നോർത്തിൽ നിന്നും 60 ഡിഗ്രി നോർത്തിലേക്ക് വരുന്നതും, അതുപോലെ 90 ഡിഗ്രി സൗത്തിൽ നിന്നും 60 ഡിഗ്രി സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നതുമായ ബ്ലൂ ചെയ്യുന്നതുമായ വിൻഡുകളാണ് വെസ്റ്റേൺ ഐസ്. എന്തുകൊണ്ടാണ് അതിൻ്റെ വെസ്റ്റേൺ ഐസ് എന്ന് പറയുന്നത്? ദേ ഗോട്ട് ദ പർട്ടിക്കുലർ നെയിം വെസ്റ്റേൺ ഐസ് ബിക്കോസ് ഓൾവേസ് ദേ സ്റ്റാർട്ട് ഫ്രം വെസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതുമ്പോൾ അതിൻ്റെ ആൻസറായി. അപ്പോൾ വളരെ എളുപ്പമാണ്. ഏതൊക്കെയാണ് ആ 2 വിൻഡുകളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് തന്നെ നമുക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ പൊസിഷൻ എഴുതുന്നതിന് നമുക്ക് 2 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടലി നമുക്ക് 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ബി പാർട്ട് പോളാർ ഈസ് ദെൻ ബി 24B. അങ്ങനെ തന്നെ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് എഴുതുന്നതെങ്കിൽ 24B എന്ന് എഴുതുക. The earth surface get heated by insolation. Then the heat is transferred to the atmosphere through various processes from the earth's surface. Conduction, convection, advection and radiation are the major processes of heat transfer. Atmosphere is heated from the earth's surface. Substantiate the statement by explaining the process of heat transfer in the atmosphere. അപ്പോൾ എല്ലാ പ്രോസസ്സസും നമ്മളിവിടെ
നമ്മളിവിടെ പറയണം. അതിനെപ്പറ്റി 1 സെൻറ്റൻസ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ആ 4 എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കീ വേർഡ്സിന് അണ്ടർലൈൻ കൊടുക്കുക. ഏതൊക്കെയാണ് ഇവിടുത്തെ കീ വേർഡ്സ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. അപ്പോൾ അതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതുക. അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് 4 സ്കോർ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അത് കീ വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോയിൻറ്റ്സ് ആക്കി എഴുതാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, 1 by 1 ആയിട്ട്. 25th ക്വസ്റ്റ്യൻ എ. അവിടെയും എയും ബിയും ഉണ്ട്. നമുക്ക് എ നോക്കാം. കംപ്ലീറ്റ് ദ ചാർട്ട് ഫോളോയിങ് ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്. അപ്പം കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ആൻസേഴ്സ് ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ടീച്ചർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ആ ടെക്സ്റ്റിൽ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ 1 by 1 ആയിട്ട് ലിമിറ്റേഷൻസ് എഴുതുക. കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ്, ദെൻ bases itself on stereotype, complex social problems cannot be understood, it is not normal and scientific, these are informal knowledge. ഇങ്ങനെയുള്ള ഓരോരോ പോയിൻറ്റ്സ് 1 by 1 ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. 4 or 5 പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അവിടെ ഒരു തന്നിരിക്കുന്ന ഡയഗ്രം അല്ല ഒരു ചാർട്ട്. നോട്ടീസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പൻറ്റ് റേറ്റ് ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ്. ദ കോമൺ സെൻസ് നോളജ് ഈസ് ദാറ്റ് വിമൻ ആർ നോട്ട് കമ്മിങ് ഫോർവേഡ് ടു വർക്ക് ഫോഴ്സ്. Sociological imagination helps us to think that there are either factors behind the decline in the number of women in the workforce. When we examine the reasons behind the decrease in the number of women in the workforce, we can find that there are many social factors related to gender status. Some societies expect men is to be responsible for providing for the entire family, while women are remaining at home as the caretaker of the family. This is a gender norm that limits employment opportunities for women. Due to this, women are not able to engage in income-generating jobs. This contributes to the economic backwardness of women. In some societies, boys have more opportunities for education than girls. This results in the educational backwardness of women and a lower labor force participation. We can force various cultural, economic and educational factors behind the gender status gap in labor force participation among women using the concept of sociological imagination. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വെച്ച് നമുക്ക് ഈ ജെൻഡർ ഡിഫറൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഫോഴ്സിൽ ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കേണ്ടത്. അതിവിടെ ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിനെ പോയിൻറ്റ്സ് ആക്കി എഴുതുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ ആൻസർ, നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ആൻസറിൽ കയറി നോക്കുക. നമുക്കിതിൻ്റെ ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവിടുത്തെ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തേണ്ടത്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അനാലിസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇൻ ഇന്ത്യ ബൈ ജെൻഡർ സ്റ്റാറ്റസ് 2017 to 2023. അപ്പോൾ 17 തൊട്ട് 2023 വരെയുള്ള ആ ടേബിളിനെ അനലൈസ് ചെയ്യുമ്പോൾ ലേബർ പാർട്ടിസിപ്പേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വിമൻ വളരെ ലോ ആണെന്നും മെന്നാണ് കൂടുതൽ നിൽക്കുന്നത്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ കാരണമാണ് നമ്മൾ നമ്മുടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യൻ 26. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? 2019-ൽ 1986-ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് ശേഷം വന്ന ആക്റ്റാണ് 2019-ലെ ആക്ട്. ഈ ആക്ടിൻ്റെ എന്തെല്ലാമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് എഴുതേണ്ടത്. ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം.
നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറച്ചുകൂടി മോഡേൺ ആക്കി, അതിനെ കുറച്ചുകൂടി കൺസ്യൂമർ ഫ്രണ്ട്ലി ആക്കി, അതിൻ്റെ കാര്യങ്ങളെ കുറച്ചുകൂടി ഈസി ആക്കി മാറ്റി. അതുപോലെ തന്നെ സൈബർ ക്രൈംസും ഒക്കെ അതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA, അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അങ്ങനെ 1 by 1 പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ ഫ്രോഡുകളെ അതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സിംപ്ലിഫൈ ചെയ്തു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനെ, അതിൻ്റെ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു ആക്റ്റായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019. അപ്പോൾ ഒരു 4 പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് അതിൻ്റെ ബി പാർട്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബി പാർട്ട് നമുക്ക് നോക്കാം. മെൻഷൻ ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി അപ്രോച്ച്ഡ് എഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ ആൻഡ് ബാങ്കിങ് ഫ്രോഡ്. നമ്മൾ കുറേ ഫ്രോഡുകളെ പറ്റി പഠിച്ചു. അതിനകത്ത് 2 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫ്രോഡ് ആൻഡ് ബാങ്കിങ് ഫ്രോഡ്. ഹെൽത്ത് കെയർ ഫ്രോഡിന് 2 മാർക്കും ബാങ്കിങ് ഫ്രോഡിന് 2 മാർക്കുമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 2 എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഹെൽത്ത് കെയർ ഫ്രോഡ് ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ടെക്സ്റ്റിൽ 1 by 1 ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്കിങ് ഫ്രോഡിനും 1 by 1 നമുക്ക് ആൻസർ ഉണ്ട്. അത് അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലേ? അപ്പം ഹെൽത്ത് കെയർ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്? ആരോഗ്യ സേതു ആപ്പിലാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാങ്കിങ് ഫ്രോഡാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ സംഭവിക്കണം? അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ബ്രാഞ്ച് മാനേജർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? 26A ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ 26A എന്ന് നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതുക. 26B ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ 26B എന്ന് നമ്മൾ ആൻസർ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ആൻസർ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് മാപ്പിൽ മാർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 27. മാർക്ക് ആൻഡ് ലേബൽ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ്. എന്തൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? സഹാറ ഡെസേർട്ട്, ദെൻ ലാനോസ് ഡെസേർട്ട്, കൽഹാരി ഗ്രാസ്ലാൻഡ്, ദെൻ പ്രയറീസ് ഗ്രാസ്ലാൻഡ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കലഹാരി ഡെസേർട്ട് എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്, സഹാറ ഡെസേർട്ടും ആഫ്രിക്കയിലാണ്. അത് 2 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ഗ്രാസ്ലാൻഡും ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം, എന്നിട്ട് അത് എഴുതുകയും ചെയ്യണം. കണ്ടോ, ഇവിടെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് നിങ്ങൾ മാപ്പ് അണ്ടർലൈൻ ചെയ്യേണ്ടതും പറയേണ്ടതും അത് മാർക്ക് ചെയ്യേണ്ടതും. ഓക്കെ, അത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ ചെയ്യുക. ഇവിടെ റെഡിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡിങ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല. നിങ്ങൾ ബ്ലാക്ക് ഇങ്കോ അതുപോലെ തന്നെ ബ്ലൂ ഇങ്കോ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. Evaluate the role of the thinkers in inspiring the people to protest against the injustice existed in France. അപ്പോൾ എല്ലാ തിങ്കേഴ്സിനെ എഴുതണം. 3 പേരെ ഇവിടെ എഴുതണം. വോൾതെയർ, ദെൻ റൂസോ, മോന്തസ്ക്യൂ. വോൾതെയർ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, ആ കാര്യങ്ങൾ അതിനുശേഷം 1 by 1 ആയിട്ട് പോയിൻറ്റ്സ് ആക്കി എഴുതുക. വോൾതെയർ. അടുത്തത് മോന്തസ്ക്യൂ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ തിരിച്ചറിയുന്നത് പോലുമില്ല. ഇങ്ങനെ എഴുതിയാൽ എന്താണ് കുഴപ്പം? ഇവിടെ ഒരു ആൻസർ ചെക്ക് ചെയ്യുന്ന ടീച്ചറിനെ ഈ മോന്തസ്ക്യൂ എന്നുള്ള വേർഡ് പോലും കിട്ടത്തില്ല നിങ്ങൾ ഇതുപോലെ എഴുതി വെച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വോൾതെയറിനെ പറ്റി എഴുതിയതിന് ശേഷം മോന്തസ്ക്യൂ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് മോന്തസ്ക്യൂവിനെ പറ്റി എഴുതുക. ഓക്കെ, ദെൻ റൂസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂസോയെ എഴുതിയിട്ട് മോന്തസ്ക്യൂ എഴുതിയാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, പക്ഷേ അണ്ടർലൈൻ ചെയ്യണം. തിങ്കേഴ്സിൻ്റെ പേരിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. കീ വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ടീച്ചറിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുകയും നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടുകയുള്ളൂ. ഇത് 3 എഴുതിയാൽ മാത്രമേ ഇവിടെ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് 3 എണ്ണത്തിൻ്റെയും മാർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് വോൾതെയർ എഴുതുക, മോന്തസ്ക്യൂ എഴുതുക, റൂസോ എഴുതുക.
ഓക്കെ, മൂന്ന് പേരെ എഴുതേണ്ട ആവശ്യമുണ്ടോ നോക്കട്ടെ. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് തിങ്കേഴ്സ് ഇൻ ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ഓഫ് എക്സിസ്റ്റ് ഇൻ ഫ്രാൻസ്. യെസ്, രണ്ടുപേരെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം. മൂന്ന് പേരുടെയും പേരെഴുതുകയും അവരെ പറ്റി എഴുതുകയും ചെയ്യുക. ഓക്കെ, ദെൻ അനലൈസ് ദ ചേഞ്ചസ്. അത് ലാസ്റ്റാണ്, 4 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. അനലൈസ് ദ ചേഞ്ചസ് that occurred in historiography during the Renaissance period from the Middle Ages. അപ്പോൾ ഹിസ്റ്ററിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമനിസത്തിൽ. എന്താണിത്? നമ്മുടെ ഹിസ്റ്ററിയെ തന്നെ 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എവിടെ നിന്ന് എവിടം വരെയാണ്? ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 5th സെഞ്ച്വറി വരെ, 5th സെഞ്ച്വറി. അപ്പോൾ 0 to 5 ആണെന്ന് വിചാരിച്ചു. ദെൻ 5th to 15th സെഞ്ച്വറി, അതാണ് നമ്മുടെ മിഡിൽ ഏജസ് എന്ന് പറയുന്നത്. പെൻ ആഫ്റ്റർ 15th സെഞ്ച്വറി, അതാണ് മോഡേൺ ഏജ്. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ പീരീഡ്, ദെൻ മിഡീവിയൽ പീരീഡ്, ദെൻ മോഡേൺ പീരീഡ്, അതാണ് ആദ്യം പറയുക. പിന്നെ ഏൻഷ്യൻ പീരീഡിൽ എല്ലാം ഡിവൈൻ ആയിരുന്നു, അത് ഏറ്റവും റിലീജിയസ് ആയിരുന്നു. എന്നാൽ മിഡീവിയൽ പീരീഡ് എത്തിയപ്പോഴേക്കും ഹ്യൂമനിസത്തിൻ്റെ പീരീഡാണ്, റെനേസൻസിൻ്റെ പീരീഡാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കിട്ടിയെന്നൊക്കെ എഴുതുക. ദെൻ മോഡേൺ പീരീഡിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി സയൻറ്റിഫിക്കായി മാറി, സയൻറ്റിഫിക് എൻക്വയറി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ഇതും നിങ്ങൾ ഹെഡ്ലൈൻസ് എഴുതി, സബ് ടോപ്പിക്സ് എഴുതി, അണ്ടർലൈൻ ചെയ്ത് കീവേഡ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് ഇവിടുത്തെ കീവേഡ്സ്? ഏൻഷ്യൻ പീരീഡ്, മിഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതുക. അവിടെ വന്ന മാറ്റങ്ങൾ എഴുതുക. What was the change we can notice from ancient period to when we forward to medieval period? Then what happened when we forward to modern period? Okay? അടുത്തതായിട്ട് അതെല്ലാം പാരഗ്രാഫായിട്ടല്ല എഴുതേണ്ടത്, കീവേഡ്സിന് അണ്ടർലൈൻ കൊടുത്ത് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 30 and 31. 2 ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വരിക. ഇൻ ഡീറ്റെയിൽ, അത് ഇത്ര പോയിൻറ്റ്സ് എന്ന് പറയുന്നില്ല, ഒരു ലിമിറ്റും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഈ ചോദ്യങ്ങൾ. ഇൻ ഡീറ്റെയിൽ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെറുതെ പേപ്പർ നിറയ്ക്കുക എന്നുള്ളതല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡീറ്റെയിൽഡായിട്ട് എഴുതുക, കീവേഡ്സിന് അണ്ടർലൈൻ ചെയ്യുക, പോയിൻറ്റ്സ് അതിൻ്റെ അടിയിൽ എഴുതുക. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ് 5 സ്കോറുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് ആകെ കിട്ടുന്ന മാർക്ക് 10 മാർക്ക്. അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് 10 മാർക്ക് എന്ന് പറയുന്നത്, അല്ലേ? 30, ക്വസ്റ്റ്യൻ നമ്പർ 30 എ. അവിടെ എല്ലാത്തിനും 2 ക്വസ്റ്റ്യനും നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂൾ ഓഫ് ടൈം ഉപയോഗിച്ച് ഈ ചോയ്സിൽ ഏതെഴുതണം എന്ന് ഡിസൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പോയിൻറ്റ്സ് അറിയാവുന്ന, നന്നായിട്ട് പോയിൻറ്റ്സ് അറിയാവുന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഹൗ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആർ ഫോംഡ്, എക്സ്പ്ലെയിൻ. കണ്ടോ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഡീറ്റെയിൽഡായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ, ദെൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ്, അതിനെ ഓരോന്നിനെയും പറ്റി എഴുതണം. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. Thus, the lowest atmospheric pressure might be experienced in the equatorial region and the highest might be in the polar region. അപ്പം പോളാർ റീജിയനിൽ ഹയസ്റ്റ് പ്രഷർ ഉണ്ടാകാനും ഇക്വറ്റോറിയൽ റീജിയനിൽ ലോവസ്റ്റ് പ്രഷർ ഉണ്ടാകാനും ഒക്കെ കാരണം എന്താണ്? അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വെൻ ടെമ്പറേച്ചർ ഈസ് ലോ, പ്രഷർ ഈസ് ഹൈ. അതാണ് പോളാർ ഏരിയ. അവിടെ ടെമ്പറേച്ചർ ഏറ്റവും ലോ ആണ്, അതുകൊണ്ട് പ്രഷർ ഹൈ ആണ്. ബട്ട് വാട്ട് അബൌട്ട് ഇക്വറ്റോറിയൽ ഏരിയ? ടെമ്പറേച്ചർ ഈസ് ഹൈ ബിക്കോസ് ഓഫ് ദി വെർട്ടിക്കൽ സൺറൈസ്, സോ പ്രഷർ ഈസ് ലോ. അതുകൊണ്ട് ഇക്വറ്റോറിയൽ ഏരിയയിൽ ഏത് പ്രഷർ ബെൽറ്റാണ് വന്നിരിക്കുക? ഇൻ ഇക്വറ്റോറിയൽ ഏരിയ ദർ ഈസ് ലോ പ്രഷർ ബെൽറ്റ്. വാട്ട് ഈസ് ദ പർട്ടിക്കുലർ നെയിം? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് എഴുതണം.
കണ്ടോ, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ മാത്രം അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ഹൈ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഏത് ലാറ്റിറ്റ്യൂഡ് തൊട്ട് ഏത് ലാറ്റിറ്റ്യൂഡ് വരെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ടു പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ ടോപ്പിക് ദ ആൻട്രോപ്പജനിക് ഇൻ്റർവെൻഷൻസ് ദാറ്റ് അഗ്രിവേറ്റ് നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്? അതായത് മനുഷ്യൻ്റെ എന്തെല്ലാം പ്രയത്നങ്ങളാണ്, എന്തെല്ലാം പരിപാടികളാണ്, അവരുടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത്? നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആ ക്വസ്റ്റ്യനും. അത് 1 by 1 ആയിട്ട് ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എഴുതുക. ഇങ്ങനെ സൈഡിലോട്ട് എഴുതാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ താഴെ എഴുതുക. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ആൻട്രോപ്പോണജനിക് എന്ന് വാട്ട് ഇസ് എ മീനിങ്? ഹ്യൂമൻ കോസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹ്യൂമൻ കോസ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഹ്യൂമൻ കോസ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതോടുകൂടി ഉണ്ടായ പൊല്യൂഷൻ, അല്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ, ഡീഫോറസ്റ്റേഷൻ, ഓയിൽ മൈനിങ്, ഇങ്ങനെ ധാരാളം കാരണങ്ങൾ എഴുതാം. പൊല്യൂഷൻ, ക്വാറിങ്, എല്ലാം ശരിയാണ്. ഇത് താഴെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഇതൊരു ലോങ് ആൻസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ കൂടി എഴുതുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സൊല്യൂഷൻ അറിയാം, അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻസ് കൂടി എഴുതി വെക്കുക. അപ്പോൾ സ്റ്റോപ്പ് ഓയിൽ മൈനിങ്, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, പ്ലാന്റ് ട്രീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി എഴുതുക. സ്റ്റോപ്പ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, പ്ലാസ്റ്റിക്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സൊല്യൂഷൻസ് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസസ് എഴുതുമ്പോൾ സൊല്യൂഷൻസ് എഴുതാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് കൂടി എഴുതിയാൽ മതി. അപ്പോൾ ഇതും നല്ലൊരു രണ്ടും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 31, ക്വസ്റ്റ്യൻ നമ്പർ 31 എ. The counter reformation was both a reaction against the reformation and an effort to reform itself. Evaluate the statement based on the initiative taken by the Catholic Church. അപ്പോൾ കാത്തലിക് ചർച്ചിൽ തന്നെ ഉണ്ടായ ഒരു റീഫോം മൂവ്മെൻ്റ് ആയിരുന്നു കൗണ്ടർ റെഫർമേഷൻ. അപ്പോൾ കൗണ്ടർ റെഫർമേഷൻ ആരാണ് നേതൃത്വം കൊടുത്തത്? കൗണ്ടർ റെഫർമേഷനിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? കൗണ്ടർ റെഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലേ? ഇൻഡെക്സും ഇൻക്വസിഷനും ഒക്കെ അവിടെ പറയാം. ഇഗ്നേഷ്യസ് ലയോള, ഇതിനെല്ലാം മാർക്ക് കിട്ടും. അപ്പം നിങ്ങളിത് പാരഗ്രാഫായിട്ട് എഴുതാതെ കീവേഡ്സിനെ, ഇഗ്നേഷ്യസ് ലയോളുടെ പേരിന് അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ സിനഡിനെ പറ്റി എഴുതണം, ഇൻഡെക്സിനെ പറ്റി എഴുതണം. ഇതെല്ലാം നമ്മൾക്കിടെ കീവേഡ്സാണ്. ഈ കീവേഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യുക. ആ പേപ്പർ നോക്കുന്ന ടീച്ചർ ഇതിലേക്ക് നോക്കണം, എന്നിട്ട് നമുക്ക് മാർക്ക് തരണം. ടീച്ചർ കാണാതെ പോകരുത്. നമ്മൾ എഴുതുന്നതിനൊരു വില വേണം. അപ്പം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം, അണ്ടർലൈൻ ചെയ്യണം. ടീച്ചറെ നോക്കേ, ഞാനിതൊക്കെ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് ടീച്ചറിൻ്റെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ അവിടെ മാർക്ക് മൊത്തം ഇടും. ഓക്കെ, അവരുടെ കണ്ണിലേക്ക് നമ്മുടെ പോയിൻറ്റ്സ് അങ്ങനെ തറച്ച് കിട്ടണം. അതിൻ്റെ ബി പോയിൻ്റ് നോക്കുകയും ബി ക്വസ്റ്റ്യൻ നോക്കുകയെ. നോബിൾസ് ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് കോമൺസ് പേ. Analyze the social system that existed in France in the 18th century based on the above statement. എന്ത് എളുപ്പമാണ്. ഫ്രാൻസിലെ സൊസൈറ്റിയെ പറ്റിയാണ് നമ്മൾ എഴുതേണ്ടത്. ആ സൊസൈറ്റിയുടെ മൂന്ന് ക്ലാസ്, അല്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതൊക്കെ എങ്ങനെ എഴുതണം? ഇങ്ങനെ പാരഗ്രാഫ് എഴുതിയാൽ ഏത് ടീച്ചറാണ് കാണുന്നത്? നിങ്ങൾ അതിനെ ഇതൊക്കെ വരച്ച് അവരുടെ ഓരോ എസ്റ്റേറ്റിൻ്റെയും അവരുടെ റൈറ്റ്സും അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, അവരെന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു, അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അതുപോലെ ഈ
തേർഡ് എസ്റ്റേറ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്തെഴുതുക. ഇനീക്വാളിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് എന്തെല്ലാം സഫർ ചെയ്യേണ്ടി വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ, ഇവിടെ ഇതിനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഏതാ എന്താ ഫസ്റ്റ് എസ്റ്റേറ്റ് ഏതാ എന്താണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ യു ഹാവ് ടു റൈറ്റ് ഇൻ പാരഗ്രാഫ്, നോട്ട് പാരഗ്രാഫ്, ഇൻ പോയിൻറ്റ്സ്. Please underline the main keywords. First estate, main keyword. Second estate, another keyword. Third estate, another keyword. Okay. അപ്പം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങളുടെ അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു തവണ ഈ ആൻസർ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരു നഷ്ടമായിട്ട് കരുതല്ലേ. കാരണം ഈ ആൻസർ ഇങ്ങനെ എഴുതി പഠിക്കുന്നത് നമുക്ക് അടുത്ത പരീക്ഷകൾക്ക് നമുക്ക് ഗുണം ചെയ്യും. നമുക്കത് ഒത്തിരി പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ഓണം ആഘോഷങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കിട്ടുന്ന സമയത്ത് ഇച്ചിരി സമയം കണ്ടെത്തി നിങ്ങൾ ഈ ആൻസേഴ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ടൈം എക്സാം ആൻസേഴ്സ് എന്നും പറഞ്ഞ് എഴുതിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എഴുതേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഇതിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക്, A+ ലെവലിലേക്ക്, ഫുൾ മാർക്കിലേക്ക് നിങ്ങൾ വരട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ ചിൽഡ്രൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.